ഇപ്പൊ നമ്മളൊരു ഹെയർ ബാൻഡ് വെച്ചൊരു ഇഫക്റ്റ് ഇല്ലേ, അതാണ് നമുക്ക് എടുത്തറിയാൻ പറ്റും. ഫ്രഞ്ച് ബ്രെയ്ഡിനെക്കാളും കുറച്ചുകൂടി എടുത്തറിയാൻ പറ്റും ഡച്ച് ബ്രെയ്ഡ്. ഞാൻ പറഞ്ഞ എനിക്ക് ഡച്ച് ബ്രെയ്ഡാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ സെന്റർ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് പാർട്ടീഷൻ എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പൊ ഞാൻ സെന്റർ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒന്നും ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഹെയർ ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നു. വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിത് 3 ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈക്വലി 3 ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് 1, 2, 3 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നമ്മൾ ഡച്ച് ബ്രെയ്ഡ് അടിയിലൂടെയാണ് ബ്രെയ്ഡ് ചെയ്തത്. ഫ്രഞ്ച് ബ്രെയ്ഡ് നമ്മൾ മുകളിലൂടെ ബ്രെയ്ഡ് ചെയ്യും, ഡച്ച് ബ്രെയ്ഡ് അടിയിലൂടെയാണ് ബ്രെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഈ മുടി നമ്മൾ താഴെ കൂടെ കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ സാധാരണ ബ്രെയ്ഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് താഴെ കൂടെ കൊണ്ടുവന്നു. ഇനി അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് റൈറ്റ് സൈഡിൽ പിടിക്കുന്നു. എന്നിട്ട് സെന്ററിലുള്ളത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്, ഇടത് കയ്യിലാണ് സെന്ററിലുള്ള മുടിയുള്ളത്. റൈറ്റ് ഹാൻഡിൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടിയിലൂടെ എടുത്തതും അതുപോലെ തന്നെ നമ്മളിൽ ഓൾറെഡി വലത് കയ്യിലുണ്ടായിരുന്നത് അത് നമ്മുടെ വലത് കയ്യിൽ തന്നെ ഉണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡിൽ നമ്മൾ ഓൾറെഡി പാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുടി ഉണ്ടല്ലോ, അത് അടിയിലൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് അടിയിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അടിയിലൂടെ കൊണ്ടുവന്ന ലെഫ്റ്റ് ഹാൻഡിലെ മുടി ഇത് വലത് കയ്യിൽ പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെന്ററിൽ കുറച്ച് മുടി ഉണ്ടായിരുന്നു അല്ലേ, സെന്ററിൽ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ സെന്ററിലുള്ള മുടി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ വന്നു. അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ മുടി. ഇത് നമ്മൾ ഇതുപോലെ അടിയിലൂടെ കൊണ്ടുവരാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബ്രെയ്ഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ അടിയിലൂടെയാണ് ബ്രെയ്ഡ് ചെയ്യുന്നതെന്ന് മാത്രം. അത് നമ്മൾ അടിയിലൂടെ കൊണ്ടുവന്നു. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് മുടി എക്സ്ട്രാ എടുക്കുക, എന്നിട്ട് അതും അടിയിലൂടെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതും അടിയിലൂടെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇത്രയും മുടി കിട്ടും. ഇനി അതിനുശേഷം നമ്മൾ വലത് കയ്യിലുള്ള മുടി ഇടത് സൈഡിലേക്ക് കൊണ്ടുവരാണ്, അടിയിലൂടെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ എക്സ്ട്രാ നമ്മൾ മുടി എടുക്കുന്നു, എന്നിട്ട് അതും അടിയിലൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അടിയിലൂടെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എക്സ്ട്രാ മുടി ആയി. ഇനി നമുക്കുള്ളത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇടത് കയ്യിലുണ്ടായിരുന്ന മുടിയാണ്. അത് വീണ്ടും അടിയിലൂടെ കൊണ്ടുവരുന്നു, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ മുടി നമ്മൾ എടുക്കുന്നു, അടിയിലൂടെ കൊണ്ടുപോകുന്നു. ഇനി സെയിം ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വലത് കയ്യിലുള്ള മുടി ഇടത് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, എക്സ്ട്രാ മുടി എടുക്കുന്നു, സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇടത് കയ്യിലുള്ള മുടി അടിയിലൂടെ കൊണ്ടുവരുന്നു, എക്സ്ട്രാ മുടി എടുക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി വലത് കയ്യിലുള്ള മുടി വീണ്ടും ഇടത് കയ്യിലേക്ക് കൊണ്ടുപോകുന്നു, എക്സ്ട്രാ എടുക്കുന്നു, അടിയിലൂടെ കൊണ്ടുപോകുന്നു. വീണ്ടും ഇടത് കയ്യിലുള്ളത് വലത് കയ്യിലേക്ക് കൊടുക്കുന്നു, എക്സ്ട്രാ എടുക്കുന്നു, വീണ്ടും അടിയിലൂടെ കൊണ്ടുപോകുന്നു, വലത് കയ്യിലേക്ക് കൊടുക്കുന്നു. ഇനി വലത് കയ്യിലുള്ളത് ഇടത് കയ്യിലേക്ക് കൊടുക്കുന്നു, എക്സ്ട്രാ എടുക്കുന്നു, അടിയിലൂടെ കൊണ്ടുപോകുന്നു. ഈ സെയിം പ്രോസസ്സ് നമ്മൾ ചെവിയുടെ ഭാഗം വരെ റിപ്പീറ്റ് ചെയ്യാം. ഇത് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുമെങ്കിലും നമ്മളിത് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും കേട്ടോ. നമുക്ക് കയ്യിലൊരു പ്രാക്ടീസ് കിട്ടുന്നവരെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇത്രയും നമ്മൾ ബ്രെയ്ഡ് ചെയ്തു. ഇനി നമ്മളുടെ മെയിൻ പാർട്ട്, ഈ ഡച്ച് ബ്രെയ്ഡ് നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ
ഇങ്ങനെ മുടി വലിച്ചു കൊടുക്കുക. ഇതുപോലെ മുടി നന്നായിട്ട് വലിച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഡച്ച് ബ്രെയിഡിന്റെ ആ ഒരു ഭംഗി കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതെല്ലാം വലിച്ചു കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വലിച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഭംഗി കാണാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ ചെയ്തു വന്നപ്പോഴും ഇപ്പൊ ഇത് വലിച്ചു കൊടുക്കുമ്പോഴും ഉള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കുറച്ചുകൂടി വോളിയം തോന്നിക്കുകയും ചെയ്യും. അതുപോലെ കുറച്ചുകൂടി നമുക്ക് ആ ഡച്ച് ബ്രെയിഡിന്റെ ആ ഒരു ഭംഗി ഒന്നും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും വലിച്ചു കൊടുക്കുക. കണ്ടോ? ഇനി നമുക്ക് ബാക്കിൽ സെക്യൂർ ചെയ്യാം. ബോബി പിൻ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ക്രാബ് എന്തെങ്കിലും വെച്ച് ജസ്റ്റ് സെക്യൂർ ചെയ്യാം. അപ്പൊ നമുക്കിതാ പാറ്റേൺ കിട്ടും, ഡച്ച് ബ്രെയിഡിന്റെ പാറ്റേൺ കിട്ടും. കണ്ടില്ലേ? ഇത്രയുള്ള എളുപ്പമാണ് ചെയ്യാൻ. നമ്മൾ ഈ വലിച്ചു കൊടുക്കുന്നതിലാണ് കുറച്ചുകൂടി അതിന്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുക. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഹെയർ ബാൻഡ് വെച്ചൊരു ഇഫക്റ്റ് ഇല്ലേ, അതാണ് നമുക്ക് എടുത്തറിയാൻ പറ്റും. ഫ്രഞ്ച് ബ്രെയിഡിനെക്കാളും കുറച്ചുകൂടി എടുത്തറിയാൻ പറ്റും ഡച്ച് ബ്രെയിഡ്. ഞാൻ പറഞ്ഞ എനിക്ക് ഡച്ച് ബ്രെയിഡാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഇത് നോക്കി ചെയ്യുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുമായിരിക്കും. അപ്പോൾ നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു നാക്ക് കിട്ടുന്നവരെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന വേണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു നാക്ക് കിട്ടുള്ളൂ. അങ്ങനെ നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.